സ്ക്വിഡ് ഗെയിമിലെ റോബ്ലോക്സിൽ സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്ന ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വെച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. എല്ലാവരും അതേ ചൂസ് ചെയ്യത്തുള്ളൂ ഗൈസ്. അത് കാരണം അതാണ് ഇച്ചിരി കൂടി സിമ്പിള്. നമുക്ക് എന്തെങ്കിലും നമ്മുടെ 2 റിവൈവ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ റിവൈവ് മാക്സിമം ഉപയോഗിക്കണം ഗൈസ്. അപ്പം നമ്മൾ റിവൈവ് നമ്മൾ ഉപയോഗിച്ചിരിക്കും ഗൈസ്. പിന്നെ നിങ്ങളെ സീസൺ 1 ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സീസൺ 2ഓ 3ഓ ആണെങ്കിൽ ഇഷ്ടം നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ഗൈസ് നമ്മൾ 51 സബ്സ്ക്രൈബേഴ്സ് ഇതുവരെ കൂടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നമുക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ഗൈസ്. അത് വളരെ മോശമാണ് ഗൈസ്. എന്തുമാണ് നമുക്ക് കളിയുടെ ഇടയ്ക്ക് വെച്ച് തുടങ്ങാൻ പോവാണ്. കളിയുടെ ഇടയ്ക്ക് വെച്ചത് നമ്മൾ ഗാർഡായി ഗൈസ്. ഞാൻ ഗാർഡാകാനല്ല, നമുക്ക് ലീവ് ആക്കിയതാണ് ഗൈസ്. ഞാൻ ഗാർഡാനല്ല. സെന്നോട്ടിനെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ കയറി നോക്കാം ഗൈസ്. ഞാൻ അറിയാൻ ഗാഡി പിടിച്ചൊക്കെ ഞെക്കി ഗൈസ്. അതാണ് എനിക്കൊരു പ്രശ്നം പറ്റിയത്. അതായത് നമുക്കൊന്നും കൂടി കയറാം. അത് ഗൈസ് ഇപ്പം കുഴപ്പമില്ല. സെർവറിൽ നോക്കുക കേട്ടോ. എനിക്ക് ഈ ഒരു സെർവറിൽ കയറി തന്നെ കളിക്കാം. ഓ അവിടെ പോകണല്ലോ. 3 4 8 7 6 5 4 3 2 1. ഇത് നമ്മൾ ഓബിയസ്ലി നമ്മൾ ഇതാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. കാരണം ഇതാണ് എല്ലാവർക്കും ഇഷ്ടം. അയ്യോ ഒത്തിരി പേര് ഇത് ചൂസ് ചെയ്ത് ഗൈസ്. അയ്യോ ഫസ്റ്റ് സീസണാണ് ഗൈസ്. എന്തായാലും വരാൻ പോകുന്നത്. അയ്യോ അപ്പോൾ മിക്കവാറും നമ്മൾ നോക്കും. എന്തായാലും റിവൈവ് ഉപയോഗിക്കണം. ഇതാണ് എന്തെങ്കിലും ആട്ടാ ഗൈസ്. നമുക്കൊരു കാർഡുണ്ടായിരുന്നു, നമ്മൾ അതും കൊണ്ട് കളഞ്ഞ് എന്തോ ചെയ്യാനാണ് ഗൈസ്. കള്ളൊക്കെ ഒന്ന് കൊടുക്കട്ടെ. നമുക്ക് റോബോക്സ് ഒന്നും ജലാക്കിയുള്ള ഒരു പരിപാടി നമുക്കില്ല. നമുക്ക് റണ്ണ് കൊടുത്തേക്കാം. ഓ അവൻ്റെ ഇതുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കാം. വെയിറ്റിംഗ് ഫോർ പ്ലേയേഴ്സ്. എന്തായാലും ഇത് വരുന്ന സമയം കൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. നമുക്ക് സബ് ഭയങ്കര കുറവാണ്. എന്തായാലും നമുക്ക് ഏറ്റവും ഫസ്റ്റ് തോപ്പിട്ട് നോക്കാം ഗൈസ്. എന്തായാലും ഇവരെ നമുക്ക് തോപ്പിച്ചോടാൻ പറ്റുമോ? യെസ് നമ്മളാണ് ഫസ്റ്റ്. നമ്മൾ ഫസ്റ്റ് അടിക്കും. അയ്യോ നമ്മൾ തറ വിടുക ഗൈസ്. നമ്മൾ ഫസ്റ്റ് അടിച്ചില്ല ഗൈസ്. നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മൾ തറയിലോട്ടാണ് വീട്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ആയില്ല ഗൈസ്. അപ്പോൾ ഗെയിം സ്റ്റാർട്ട്സ്. ഇത്ര പേര് വന്നോളൂ. ഇത്ര പേര് വന്നു. എന്ത് ആ ഡോൾ എന്ത്? അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കാതിരുത്ത് ഡോളിനെ കാണുന്നില്ല. നമുക്കെന്തായാലും വീണ്ടും കാണുന്നില്ല. അതാ തുറന്നു. എന്തായാലും നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ചാറ്റ് അൺലോക്ക് ആക്കിയത് ഗൈസ്. നമുക്ക് റെഡാക്കാം. നമുക്കൊരു തുള്ളി നോക്കാൻ പറ്റുമോ? അവൻ ഗാർഡ് വളരെ പെട്ടെന്ന്. അത്രയുള്ളൂ. ഇതാണ് കാട്. എന്താണ് കാട്? തള്ളി കണക്ക് തള്ളി തെള്ളാൻ പറ്റുന്നില്ല. അല്ല ഇല്ലവരെയൊക്കെ തള്ളിയിട്ട് എന്തുവാണ് ഡോള്. എന്തായാലും ചുമ്മാ ഓടി കിടക്കാം.
ഇനി ഒത്തിരി നേരമുണ്ട് ഗൈസ്. ഞാനേ ഗൈസ് അടുത്ത ഞാൻ ഏത് ഗെയിം കളിക്കണമെന്ന് നിങ്ങളൊന്ന് പറയണം ഗൈസ്. അത് ഒരുമാതിരി ഇതാണ് ഗൈസ്. എനിക്ക് ഏത് ഗെയിം കളിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത ഏത് ഗെയിം കളിക്കണമെന്ന് തീരുമാനിക്കാം. ഓക്കെ ഗൈസ്, എന്തായാലും ഗൈസ് നമ്മളിതാ യു മേഡ് ഇറ്റ് ത്രൂ ദ ഗെയിം, വെൽ ഡൺ. നമ്മൾ ഗെയിം ജയിച്ചെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും നോക്കാം. ഓക്കെ, അടുത്തത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തായാലും കണ്ടിന്യൂ കൊടുക്കത്തുള്ളൂ ഗൈസ്. അതിന് ഒരു മാറ്റമില്ല ഗൈസ്. എന്തായാലും ഗൈസ് നമുക്ക് ഞാൻ സമയത്ത് റെക്കോർഡ് ചെയ്യാൻ മറന്നു ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ സ്റ്റീലെ ബ്രെയിൻ റൂട്ട് കളിക്കാൻ പറഞ്ഞു നോക്കട്ടെ. ഞാൻ സ്റ്റീലെ ബ്രെയിൻ റൂട്ട് അങ്ങാണ്ട് റെക്കോർഡ് ഞാൻ കളിച്ച് ഗൈസ്. ഞാൻ റെക്കോർഡ് ചെയ്തായിരുന്നു. അപ്പം റെക്കോർഡ് ചെയ്തപ്പോഴേ ഞാൻ അറിയാതെ റെക്കോർഡർ ഓഫായിപ്പോയി ഗൈസ്. അപ്പം അങ്ങനെ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അത് എന്തായാലും നമുക്ക് ഓടി നോക്കാം. നമുക്ക് എന്തായാലും നേരെ വേറെ സെക്കൻഡേലും അടിക്കും. പിന്നെ ഞാൻ നമ്മൾ അയ്യേ ചമ്മിയേ ഇവിടെ അവനെ ചമ്മി പോയി. അയ്യോ റോബ് ജമ്പാണ്. ഇതിൽ നമുക്ക് ഓടാൻ പറ്റത്തില്ല ഗൈസ്. അത് ഓടാൻ പറ്റാത്ത എന്താണെന്ന് ഗൈസ്. അതൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം താഴെ. ഇതുവരെ ആരും കമൻറ്റ് ചെയ്തിട്ടില്ല ഗൈസ്. ഇതെന്ത് പരിപാടി. വീഡിയോ കാണുന്നവർ ആരും കമൻറ്റ് ചെയ്യുന്നില്ല ഗൈസ്. ഈ ഗെയിം സ്റ്റാർട്ടാകാതെ വിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ഗൈസ്, നമ്മളാ ചാടുന്നത് ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഒരുത്തം തറയിൽ കാണണമല്ലോ. നമുക്ക് എന്തായാലും നമ്മുടെ റിവൈവ് ഇപ്പം എന്തായാലും ഉപയോഗം വരും. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് നടക്കാം. റിവൈവ് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഗൈസ്. നമ്മുടെ റിവൈവ് യു വിൽ റീസ്പോണ്ട് വന്നേ. നമുക്ക് സുഖമായി ഗൈസ്. നമ്മൾ റിവൈവ് ഉപയോഗിച്ചോണ്ടേ നമുക്ക് ഈ കളി കളിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? എന്തായാലും നമുക്ക് ഇങ്ങനെ സ്പെക്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. എന്തായാലും അതെന്തോ ടമാരെയൊക്കെ എന്തോ ചെയ്യാനാ. യെസ് ആർ ബ്രോ 143. ഇവരൊക്കെ ചുമ്മാ ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ രാജു ടോപ്പോ. നമ്മൾ എന്തായാലും റൺ കൊടുത്തിട്ട് കടിഞ്ഞു കൊടുക്കും. ഇവിടെ ചെല്ലും. ഇവിടെ ഇപ്പം ഇററും എല്ലാം വരുവാണെങ്കിൽ നമുക്ക് ബാറ്റിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഓടി ബാത്റൂമിൽ കയറുക. അതാകുമ്പോൾ ആരും വരത്തില്ല. നമുക്കിങ്ങനെ ഒളിച്ചങ്ങിരിക്കാം. ഓരും പിടിക്കുന്നു നമ്മളെ. അല്ല പിന്നെ നമ്മുടെ അടുത്താണോ അവിടെ കളി എന്റെയൊക്കെ. നമുക്ക് എന്തായാലും ഫസ്റ്റ് സീസൺ ആയതുകൊണ്ട് കൂടുതലും പേര് ചൂസ് ചെയ്തുകൊണ്ട് മറ്റേ ഗെയിമൊന്നും കാണത്തില്ല. മറ്റേ ആ കാലിലിങ്ങനെ അടിക്കുന്ന ഗെയിമും അതൊന്നും കാണത്തില്ലായിരിക്കും ഗൈസ് മിക്കവാറും. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് സീസണിലെ മറ്റേ ഇത് തന്നെ കാണുമായിരിക്കും. എന്തായാലും കണ്ണു കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ അങ്ങ് ഒളിച്ചിരിക്കും ഗൈസ്. അല്ല പിന്നെ നീയൊക്കെ എന്നെ അടിക്കാൻ വാടാ. നമുക്ക് എന്തായാലും നോക്കി ഇവിടെ ഒളിച്ചിരിക്കാം ഗൈസ്. പിന്നെ ഇപ്പം എന്നെ കൊല്ലാൻ പറ്റും. നീ കാണാതെ പറഞ്ഞ നിനക്ക് ആരെയും കൊല്ലാനൊന്നും പറ്റത്തില്ല. എന്നെങ്കിൽ എൻ്റെ ബാറ്റോട്ട് ഞാൻ അങ്ങോട്ട് കയറി വന്നാൽ അടിക്കുവേ. ഇതാടാ ഇപ്പുറത്തുകൂടി കയറി വന്നു ഞാൻ ഇങ്ങനെ കൊല്ലട്ടെ ഞാൻ. കാരണം വല്ലവരെയും വിളിച്ചോണ്ട് വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം എന്തായാലും ഇവിടെ നിൽക്കും. അവരാരെയും വിളിച്ചോണ്ട് വന്നില്ലെങ്കിൽ നമ്മൾ കളി ജയിക്കുമായിരിക്കും ഗൈസ് മിക്കവാറും. അപ്പം നമുക്ക് ഈ ഇററൊന്ന് തീരട്ടെ. ഇല്ല ഇററ് സീസൺ 2-ലല്ലേ എന്നാൽ സീസൺ 1-ലുണ്ടായിരുന്നു ഗൈസ് ഇററ്.
ഗൈസ് നമുക്ക് കമൻറ്റ് ചെയ്തേക്കണം. കാരണം ഞാൻ കണ്ടായിരുന്നു പക്ഷെ ഓർമ്മയില്ല. 34 കമൻറ്റ് ഗൈസ്. അനൗൺസർ സർവൈവർ ലൈത്ത് എത്ര പേരുണ്ട് ഗൈസിന്? 1 2 3 4 5 6 7 8 9 പേരെ ഉള്ളു ഗൈസ്. ഞാൻ ഒരു പ്രാവശ്യം കളിച്ചപ്പോഴത്തേക്കും 8 പേരുണ്ടായിരുന്നുള്ളൂ. ബാക്കി പിന്നെ ഈ മറ്റേ ഗെയിമും കൂടി കളിച്ചപ്പം 3 പേര്. നമ്മൾ അടുത്ത ഗെയിമിലോട്ടാണ് പോയി ഗൈസ്. ഇത് നോക്കാപ്പോഴത്തേക്കാം നമുക്ക് ഓടി അങ്ങോട്ട് പോവാം. നമുക്ക് ഫസ്റ്റ് അടിക്കണം പോയി. നമ്മൾ തന്നെ ഫസ്റ്റ് അടിക്കും. നമ്മൾ തന്നെ ഫസ്റ്റ് കയറി ചെന്നിട്ടുണ്ട് ഗൈസ്. അല്ല ഗൈസ്, സീസൺ 2 തന്നെയാണ് വന്നത്. യെസ്. എനിക്ക് ഈ ഗെയിം കളിക്കണമെന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പം അങ്ങനെ അവസാനം കളിക്കാൻ പറ്റി. ഇതെന്താണ് ഗൈസ്? ഇത് മറ്റേ കൊമ്പരം കിടക്കുന്നത്. ഇതെന്തുവാ? മറ്റേ കല്ലൂത്തില്ലല്ലോ ഗൈസ്. ഇത് മറ്റേ ഇത് ഇങ്ങനെ കാല് വെച്ചിട്ട് തട്ടുണ്ട്. ഇവിടുന്ന് തുടങ്ങുന്നു. നമുക്ക് ഇവിടെ നിന്ന് നിൽക്കാം. ഫസ്റ്റ് അത് നമ്മളായ മതിയായിരുന്നു. ഈ ടൈമർ ഇപ്പോൾ ഒരു ടൈമർ വരും ഗൈസ്. അപ്പം ആ ടൈമിനുള്ളിൽ എന്തായാലും നമ്മൾ തീർക്കണം ഗൈസ്. പ്ലീസ് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയേക്കാം ഗൈസ്. അപ്പോൾ ഇത് ഗൈസ് അങ്ങനെ നമ്മളിതാ അതടിച്ച് അത് ജയിച്ച് എല്ലാവരും ജയിച്ച ഗൈസ്. നമ്മളിതാ കഷ്ടം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യണം ഗൈസ്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു പവർ മതിയായിരിക്കും. നമ്മളങ്ങനെ അതും ജയിച്ചിട്ടുണ്ട്. നമ്മൾ അവരെ സംസാരക്കാരെ ഓടിച്ചോ ത്രോ കൊടുക്കാം ഗൈസ്. ഹൈലൈറ്റ് ചെയ്യുന്ന കളർ യെസ് ഗൈസ്. നമ്മൾ അങ്ങനെ അതും തീർത്ത് നമ്മൾ അത് നല്ല പാടുള്ളതാണ് ഗൈസ്. അയ്യേ ഇതല്ല ഗൈസ്. കാണാൻ പറ്റില്ല ഗൈസ്. അങ്ങനെ നമ്മളിതാ ഓക്കെ. ഗൈസ് ഇത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ എത്തിക്കണം. പെർഫെക്റ്റ്, അത് കറക്റ്റ് ഗൈസ്. നമ്മളാണ് ഫസ്റ്റ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഒരെണ്ണം കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. 1 2 രണ്ടാമത്തെ പോയി ഗൈസ്. നമുക്ക് ഒന്നും കൂടി നോക്കാം. 1 2 3 പോയി ഗൈസ്. നമുക്ക് എന്തായാലും മാക്സിമം ഈ കളിയൊക്കെ ജയിക്കാൻ പറ്റുമോ നോക്കാം. 1 2 3 നമ്മൾ ജയിച്ച് നമ്മൾ തന്നെ ഫസ്റ്റ് അടിച്ച് ഗൈസ്. അങ്ങനെ നമ്മൾ കളി ജയിച്ചിട്ടുണ്ട്. ഇനി ഒത്തിരി സമയമുണ്ടോ? ഇനി 13 മിനിറ്റ് ഉണ്ടോ? ഇത്ര സമയമൊക്കെ തരുമായിരുന്നു. അത് ഹ്യൂമറുടെ കളി നോക്കാം ഗൈസ്. സ്പെക്റ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മറ്റേ കളിയാണ് കളിക്കുന്നത്. എന്തോട് ഗൈസ് തറയിൽ കൂടെയൊക്കെ പോകുന്നത് ഒരു ബ്ലാക്ക് സ്പോർട്സ് പോലെ. ഏതാ ഷൂട്ട് ചെയ്ത് അമ്പര കറക്കുന്നത്. വീടും തോറ്റുപോയ കൊച്ച്. നോക്കാം. പെണ്ണൊന്നും കൂടി എടുക്കുന്നുണ്ട്. അതോരുത്തരം അതിൽ നിന്ന് എത്തി ഇവിടെ വന്നിട്ടുണ്ട്. അത് വീണ്ടും തോറ്റ് ഗൈസ്. കൊച്ച് നമ്മൾ തന്നെ ഇതിൽ ജയിക്കണം ഗൈസ്. ഈ റിവ്യൂ നമുക്ക് അടുത്തതിൽ ഉപയോഗിക്കാം. അടുത്ത കളിയിൽ നമ്മൾ എന്തായാലും തോക്കും ഗൈസ്. അതെനിക്ക് മിക്കവാറും ഞാൻ തോക്കും. യു കണ്ടു എന്നിട്ടാണ് നിങ്ങളായിരിക്കും കൊല്ലാൻ. ഗൈസ് ഈ പെണ്ണ് അതിന് മുന്നേ എത്തിയ നോക്കട്ടെ. 1 2 3 4 പോയി ഗൈസ്. 1 2 3 രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയി ഗൈസ്. 1 2 3 ഈ പ്ലെയറും പോയി. മറ്റേ ആ പ്ലെയറും പോയി. പക്ഷെ അവൻ അവിടെ വരെ എത്തിയിട്ട് പോയി. 1 2 2 പോയി. 2 പോകുന്നില്ലായിരുന്നു ഗൈസ്. എന്തൊക്കെയാ ഈ പച്ചയിലായിരുന്നു ഗൈസ് നമ്മളുള്ളത്. അല്ലല്ലോ, നമ്മൾ 2 ആയിരുന്നു. മഞ്ഞായിരുന്നു.
നമ്മളായിരുന്നു പച്ചയിലുള്ള നമ്മൾ പച്ച ആയതുകൊണ്ട് നമ്മൾ ജയിച്ചു. നമ്മൾ അറ്റത്തൊന്നും അല്ലായിരുന്നു. ഒരുത്തരെത്തി അടുത്ത അങ്ങോട്ട് പെട്ടെന്ന് പോയി. അതെങ്ങനെ ആട്ടെ, ഇവർ രണ്ടുപേരെ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. ഇവരെല്ലാവരും ജയിക്കും, അവർ തോക്കും. സമയം എത്ര ഉണ്ടെങ്കിൽ 11 മിനിറ്റ്. ഇനിയും ധാരാളം സമയമുണ്ട്. അല്ലേ റൗണ്ട് കംപ്ലീറ്റ് ആണോ? കൊന്നവരെ ഞാൻ വിചാരിച്ച അതായിരിക്കുന്നു ഡ്രൈവ്. റൗണ്ട് കംപ്ലീറ്റ്. അടിപൊളി. യെസ് 1+1. എന്തായാലും നമുക്കൊന്ന് നോക്കിയേക്കാം. നമുക്ക് എന്തായാലും പോയി നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ കൊടുക്കത്തുള്ളൂ. കാര്യം നമ്മൾ എത്ര പേരുണ്ട് നോക്കട്ടെ. 1 2 3 4 5 9 പേരുണ്ടായത്. 4 പേര് ചത്ത്. 2 പേരല്ലേ ചത്തുള്ളത്. 4 പേര് നമ്മൾ സ്റ്റോപ്പ് ഓർ കണ്ടിന്യൂ, സ്റ്റോപ്പ് ഓർ കണ്ടിന്യൂ, സ്റ്റോപ്പ് ഓർ കണ്ടിന്യൂ, സ്റ്റോപ്പ് ഓർ കണ്ടിന്യൂ, സ്റ്റോപ്പ് ഓർ കണ്ടിന്യൂ. ഇപ്പം കണ്ടിന്യൂ കൊടുത്തു. ബാക്കി 2 പേര് കണ്ടിന്യൂ തന്നെ പോയി. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് ഓടി പോയേക്കാം. പൈസ നമുക്ക് തന്നെ ഫസ്റ്റ് എടുക്കാൻ പൈസ ഉണ്ട്. നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒരു റോക്ക് പേപ്പർ സീസറും എല്ലാം ആണെങ്കിൽ ഞാൻ ചത്തു. അല്ല അവസാനം എത്തുമ്പോൾ നമുക്ക് വിവേകൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതെനിക്കറിയാം 5 പേരേ ഉള്ളൂ. അയ്യോ, എനിക്ക് 2 പേര് 3 പേരൊക്കെ വെച്ച് കയറണം. എനിക്ക് നല്ല തിരിച്ചറിയത് എന്താ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഇത് ചാറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എനിക്ക് നമുക്ക് ചാടാനും പറ്റത്തില്ല, ഇങ്ങനെ ഓടാനേ പറ്റത്തുള്ളൂ. പിന്നെ ചാറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മൂന്ന് പേരൊക്കെ കയറാൻ പറഞ്ഞ എന്തോ ചെയ്യും? ഗായ്സ് 3 പേരൊക്കെ കയറാൻ പറഞ്ഞ എന്തോ ചെയ്യും നമ്മള്? ഗായ്സ് ഇതിൽ ഏതോ ഒരു വാതിലും കൊണ്ട് തുറക്കത്തുള്ളൂ ഗായ്സ്. 2 പേരും വെച്ച് എങ്ങനെ കയറും? ഷോക്കാക്കി. 2 പേരേ ഉള്ളു. അതെങ്ങനെയാവും ഗായ്സ്? 3 പേരൊക്കെ ഞങ്ങളിങ്ങനെ ഗായ്സ്. അതാണ് എൻ്റെ ഒരു സംശയം. 3 പേര് വന്നാൽ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളു ഗായ്സ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കയറും. അവന്മാരാണെങ്കിൽ ഫോർഫിറ്റും ചെയ്യുന്നുണ്ട്. ബാക്ക് അടിച്ച് പോയെന്ന് ഗായ്സിന്. ഇപ്പം അടുത്ത റൗണ്ട് ഇപ്പം തുടങ്ങും. ഒരാളാണെങ്കിൽ സിമ്പിളാണ്. അതെന്താണ് ഗായ്സ്? റിവൈവ് കൊടുക്കും. റൗണ്ട് 2 of 3. 2 പേര് എലിമിനേറ്റ്. 1 ഗൈസ്. ഇതെന്തുവാണ് ഗൈസ്? ഒരാൾ വെച്ചാണെന്ന് തോന്നുന്നു എനിക്ക് കയറേണ്ടതെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു 2 പേര് എന്നായിരിക്കുന്നു. ഒരാൾ വെച്ചായിരിക്കും കയറേണ്ടത്. അതുകൊണ്ടായിരിക്കും 2 പേര് എലിമിനേറ്റ് ആയിപ്പോയത് ഗൈസ്. എന്തായാലും ഞാൻ അടുത്ത ഗെയിം എത്തി. ഞാൻ ജയിക്കും ഇപ്പോൾ. ഈ പെണ്ണുണ്ടോ? ഈ പെണ്ണിൻ്റെ ഉണ്ടായിരുന്നു. ഇപ്പം എത്ര പേരുണ്ട് ഗൈസ്? 2 പേര്. ഞങ്ങൾ 2 പേര് കണ്ടിന്യൂ. ഇതെനിക്കറിയാം ഗൈസ്. ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട്. നമുക്ക് ആഹാരം കഴിക്കാതിരിക്കാം ഗൈസ്. നമുക്ക് ജയിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. എന്തായാലും എന്തുകൊണ്ട് ഗൈസ് ഇത് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഗൈസ്. ഞങ്ങൾ 2 പേരും എന്തായാലും പോയേ കൊടുക്കത്തുള്ളൂ. എനിക്ക് അറിഞ്ഞുകൂടി ഇതാരാന്ന്. ഓക്കെ ഗൈസ്.
തോന്നുന്ന പ്ലേയേഴ്സൊന്നും ഇല്ല ഗൈസ്. ഗൈസ് നമ്മളെ കൊല്ലാൻ വരുന്നത് ഗൈസ്. ഇത് എന്താണിത്? കൊല്ലണം. എനിമീസ് എങ്ങോട്ടുണ്ടെന്ന് പറഞ്ഞത് ഇവരുടെ കൊല്ലണം. നമ്മൾ ഹെൽപ്പ് ചെയ്തത് ഒട്ടേക്ക് ആൾക്കാരെടുത്ത് ഗൈസ്. എല്ലാം ഉണ്ട് ഗൈസ്. നമ്മൾ ഓട്ടൊക്കെ പോയി നോക്കാം. അതോ ഇരിക്കുന്നു ഗൈസ്. ഒന്ന് അടുത്ത ഗൈസ്. നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഇത് ചാടുന്നു. ഇതിൻ്റെ പ്ലെയർ ആണ് ഒരു ലൈഫ് ഇത്ര കേട്ടാലും കൊല്ല ഒരു മിനിറ്റ് എങ്ങോട്ടാണ് ഗൈസ് പോട്ടെ. അപ്പോൾ തന്നെ ഇൻസിഡൻറ്റ് പറയുമോ അപ്പോഴത്തേക്ക് ഗൈസ് ഇതെന്തുവാണ്? അതോദിക്കും. റീലോഡ് ചെയ്തിട്ട് ഗൈസ്. ഇങ്ങോട്ട് വേറെ അങ്ങ് പോവാം ഗൈസ്. ഞാൻ എങ്ങോട്ടാ പോകുന്നത് എനിക്കോരിക്കണോ ചേടാ. എന്തായാലും ഗൈസ് നമുക്കിത് ഒറ്റ റിവൈവ് പോലും ഇല്ലടി. കൊന്നു ആ പെണ്ണ് കൊന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് പോവാം ഗൈസ്. എന്തായാലും ഗൈസ് നമ്മളിതിനെ കൊന്നിട്ടുണ്ട്. അടുത്തത് വന്ന് ഗൈസ് നമ്മളിതാ നമുക്ക് അടുത്ത നമ്മുടെ ലൈഫ് ഒത്തിരി പറഞ്ഞു കേൾക്കാം. എന്താണ് ഇത്ര പാട്? കൊണ്ടേക്കോട്ടെ. ഇനിയും പോണം. ഗാർഡ്സ് വരുന്ന സ്ഥലത്തോട്ട് ഒന്ന് ഇങ്ങോട്ട് പോയേക്കാം ഗായ്സ്. നമ്മുടെ ലൈഫൊക്കെ കുറയുന്നുണ്ട്. കൊല്ലാൻ പോയി. ഇത്ര പേര് കൂടി ഞാൻ ഒറ്റയ്ക്കോ? ക്യാപ്ചർ വയസ്സ് എന്തുവാ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെന്തായാലും ഇവിടെ നിന്നിട്ടുണ്ട്. അവന്മാർ വരുവാണെങ്കിൽ ഐക്യ മലയാളി ക്യാപ്ചർ ദ ഗെയിം റൂം. അപ്പോൾ ഗായ്സ് നമ്മൾ ജയിച്ചിട്ടോന്ന് തോന്നുന്നു ഗായ്സ്. നമുക്ക് ഞാനത് നോക്കട്ടെ എന്തായാലും റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഗായ്സ്. നോക്കട്ടെ. ഗായ്സ് നമ്മൾ 2 പേര് ജയിച്ചിട്ടുണ്ട്. ഞാനും പിന്നെ വേറൊരു പേഴ്സണുമാണ് ജയിച്ചത്. ഓക്കെ ശരി എന്നെങ്കിൽ ടാറ്റ ബൈ പീസ് ഔട്ട് വിത്ത് ഐക്യു മലയാളി.